അയൽവാസികൾക്കൊന്നും ഈ ജയേഷിനെ ഉള്ളൂ. പിന്നെ ഞാൻ തിരുവോണത്തിൻ്റെ തലേദിവസം ഒന്ന് ഞാൻ പുല്ലാടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ലേഡീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ജയേഷും ഭാര്യയും അവിടെ ഉണ്ട്. ഇവരും അവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബില്ല് വന്നപ്പോൾ 7000 രൂപയുടെ ബില്ല് വന്നു. അപ്പോൾ അവരത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് നമുക്ക് തുണിക്കടയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് തുണിക്കടയിലോട്ട് ഇവർ പോയി. ഞങ്ങൾ പിന്നെ ഇനി പോരുകയും ചെയ്തു. പിന്നെ എൻ്റെ ഈ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവരുടെ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ആ ഓണപ്പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഇവൻ്റെ കൊച്ചിനെ വേറൊരു കുഞ്ഞ് അടിച്ച്, എന്നിട്ട് ഇവന് പിന്നെ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ സാധാരണ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടിച്ചെന്ന് ചോദിക്കുന്നു, അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവനിങ്ങനെ മൂക്കത്ത് കൈ വെച്ചിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പിള്ളേരുടെ അടി വാങ്ങിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചതല്ലാതെ ഇവന് തിരിച്ചവർ ഓരോന്ന്. അപ്പം ഞാനും ഇവൻ്റെ അടുക്കൽ തന്നെ നിൽപ്പുണ്ട്. ഉച്ച സമയമായപ്പോൾ എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. പിന്നെ എന്നും ഞങ്ങൾ പോകുമ്പോൾ ട്യൂഷൻ സെൻ്ററിൽ ഈ മോടെ കൂടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അവിടുത്തെ സുജയ് എന്ന് പറഞ്ഞ പുള്ളിക്കാർ ചോദിച്ചു, എന്തിനാ എന്നും ഈ ആരെയാടി നീ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ഞാൻ ജയേഷിനെ തന്നെ ചേച്ചി വിളിക്കുന്നത്, വേറെ ആരെയും അല്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അറിവുകളുള്ളൂ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന ആളായിരുന്നു രശ്മി. എപ്പോഴും രശ്മി ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. 24 മണിക്കൂറും അവിടെ ചെവിയിൽ ഇങ്ങനെ ഫോണുണ്ടാകും. അപ്പോൾ രാവിലെ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അതിലെ കൂടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ജോലി വല്ലതുള്ളതാണ്. അവർക്ക് ഈ ജയേഷ് എന്ന് പറഞ്ഞവനും ഇവർ കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചർമാരപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഇങ്ങനെ സ്കൂളിൽ ചെന്ന് തിരക്കിയാൽ ഇതൊക്കെ തന്നെ അവർ പറയത്തുള്ളൂ. അപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറയിലൊരു വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പൊതിച്ചോറിന് ഇവളെന്നും പോയി സഹായിച്ച് കൊടുക്കാറുണ്ട്. ദിവസം രാവിലെ പോകും അങ്ങോട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആ വീട്ടിൽ സഹായിക്കാൻ പോകുമായിരുന്നു. എന്നും വൈകിട്ട് തിരിച്ചൊരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് കയറി വന്നിട്ടാണ് പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നാൽ ഈ കുഞ്ഞുങ്ങളെ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രായമുള്ളവരാണ് കുഞ്ഞുങ്ങൾ? മൂത്ത കൊച്ച് 3-ൽ പഠിക്കുന്നു, ഇളയത് 2-ലാണോ മോനെ, അതോ 1-ലോ? 2-ലാണോ പഠിക്കുന്നത് ആ കൊച്ച്, ചെറുക്കൻ 2-ൽ, അത്രയും പ്രായം. മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടിയും. കുഞ്ഞുങ്ങളിപ്പോൾ എവിടെയാണ്? രക്ഷിതാക്കൾ സ്കൂളിൽ നിന്ന് ഞാൻ ടീച്ചറിനെ വിളിച്ചപ്പം ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ കുഞ്ഞമ്മ വന്ന് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന്. രശ്മിയുടെ സഹോദരിയായിരിക്കാം. അവിടെ സഹോദരിയാണോ ഇനി അവിടെ കുഞ്ഞമ്മയാണോ എന്നറിയത്തില്ല. കുഞ്ഞമ്മ വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കോഴിപ്പുറം SI ഒക്കെ സ്കൂളിലൊക്കെ ചെന്നപ്പോൾ അപ്പോൾ ടീച്ചർമാർ ചോദിച്ചു, ഇത് എന്താ സാറേ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ TV ന്യൂസിനകത്തൂടെയൊക്കെ അറിയും, അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവർക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര പ്രവർത്തനം ഉള്ളതായിട്ട് വല്ലതും ചേച്ചിക്ക്? തൊട്ടേ അങ്ങനെയുള്ളൊരു കുടുംബക്കാരാണ്. ഇങ്ങനെ തന്നെയാണ്, കേട്ടുകേഴ്വി എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ഇതുണ്ടെങ്കിലും ഓരോ അമ്പലങ്ങളിൽ കുരുതി അങ്ങനെ ഇങ്ങനെ എല്ലാം പോകുന്ന ഒരാൾക്കാരാണ്. ചെറുപ്പം തൊട്ടേ ഇവരങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവിടെ സമീപ പ്രദേശത്ത് ഇവരുടെ ബന്ധുക്കൾ ആരുമില്ല? ഇവരുടെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ചവിട്ടുപാറയെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു ഇവരുടെ ആദ്യം ഇവർ താമസിക്കുന്നത്. അവിടുന്ന് സ്ഥലം വിറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് ഇവിടെ ഇവരുടെ താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവര് താമസം തുടങ്ങിയിട്ട് കുറേയേറെ കാലങ്ങളായി. എൻ്റെയൊക്കെ കുഞ്ഞു ചെറുപ്പത്തിലേ ഇവരിവിടെ ഉണ്ട്. രക്ഷിതാക്കളടക്കം ഇവിടെ താമസിച്ചിരുന്നതാണ്? എല്ലാവരും ഇവിടെ തന്നെ. ഇവർ 3 പേരാണ്, 2 ആണും 3 ആണും 1 പെണ്ണും. അപ്പം പെണ്ണിൻ്റെ പേര് ജയന്തി എന്നാണ്. മൂത്ത ചെറുക്കനെങ്ങാണ്ട് ചെങ്ങന്നൂരാണോ ആ ഭാഗമോ എവിടെയോ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. ചെങ്ങന്നൂർ എവിടെയോ ഒരു ഭാഗത്താണ്. പിന്നെ അങ്ങനെ അവിടെ താമസിക്കുന്നത്. അവരവിടെ താമസിക്കുന്നത്. എന്തായാലും ഈ സംഭവം ടെലിവിഷൻ ചാനലിലൂടെയാണ് ഏറ്റവും അടുത്ത വീട്ടിലെ ആളുകൾ പോലും അറിയുന്നത്. പോലീസ് അതേസമയം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ അന്വേഷിച്ചെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അമ്മ വന്ന് മരിച്ചപ്പോൾ ഞാൻ ഇവരുടെ അമ്മയെ കാണാനൊക്കെ വന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ വന്നിട്ടില്ല. ഇപ്പൊ ഇത് എന്റെ മോടെ വീട്ടിൽ യാത്ര പോയിരിക്കും. അവിടെ കഥ അടച്ചിട്ട് വീടുണ്ടല്ലോ, ഇവിടെ വണ്ടി കിടക്കുന്നത് ആ വീട്ടിൽ ഞാനിപ്പോ വന്നപ്പോ ഇവിടെ മോശം ആളാ. അപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇവിടെ ഈ സംഭവത്തിന് മുമ്പ് പുറത്തുനിന്ന് ആളുകൾ ഇവിടേക്ക് വരാറുണ്ടോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയം
പരിചയമില്ലാത്തവർ കണ്ട് നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ വന്ന് അവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് വിടി കിട്ടിയത് വേറെ കുഴപ്പമാണല്ലോ തിരുവോണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് കണ്ടില്ല തലേദിവസം അവര് റോഡിലൊക്കെ വലിയ വെള്ളവടിയൊക്കെ ഉണ്ടാകുന്ന ടീമുകളൊക്കെ ആയിരുന്നു അമ്മാരി കൊണ്ടിരിക്കൊക്കെ മദ്യച്ച് നമ്മൾ അങ്ങനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷെ കണ്ടിട്ടുമില്ല ചെറുക്കൻ കുടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവള് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല ഇവള് പഞ്ചപാവുമായിരുന്നു പക്ഷെ ഇവിടെ രംഗം ഇപ്പോഴറിയത് പുറത്തിറങ്ങി ഇവിടെ എല്ലാവരും കണ്ടാൽ പൂച്ചാരും മിണ്ടാതെ പോകും മമ്മി വെള്ളവും കൊണ്ട് ഓടി വരുന്നത് അത് അവരുടെ വീട് ആരും ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല നീ കണ്ട് പിടിച്ചോർക്കൊണ്ട് വന്ന മോനെ എന്റെ പേരിൽ ഏതാ അയൽവാസിയാ അയൽവാസികൾക്കും ഇതാണ് പറയാനുള്ളത് കാരണം ഇവരുടെ പത്തനംതിട്ട കോയിപ്രത്തെ ചരൽക്കുന്നിലെ ജയേഷിന്റെയും രശ്മിയുടെയും വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ചേച്ചി ഇപ്പോൾ പറയുന്ന ഓണക്കാലത്ത് ഈ ഓണത്തിന്റെ സമയത്ത് രണ്ടുപേർ പരിചയമല്ലാത്ത ആളുകൾ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് കണ്ടു എന്നുള്ളതാണ് ആ ചേച്ചി അവസാനമായി പറഞ്ഞത്.